തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് തടഞ്ഞ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തു പോലീസ്. കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അഞ്ജു ജയപ്രകാശ് നൽകും വിവരങ്ങൾ. അഞ്ജു, ഇന്ന് വൈകുന്നേരം ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്, കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏതെല്ലാം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? അരുണ്യ, കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ DCC ജനറൽ സെക്രട്ടറിയും ആശുപത്രി മാനേജ്മെന്റ് അംഗവുമായിട്ടുള്ള ലാൽ റോഷിയാണ് പ്രതിപട്ടികയിൽ ഒന്നാമത്. കണ്ടാലറിയാവുന്ന മറ്റ് 9 പ്രവർത്തകരുടെയും പ്രതി ചേർത്തുകൊണ്ടാണ് FIR ഉള്ളത്. ഈ അത്യാഹിത വിഭാഗത്തിൽ വന്ന രോഗിയെ ആംബുലൻസിൽ കയറ്റാൻ കഴിയാതെ തടഞ്ഞുകൊണ്ട് സംഘം ചേർന്ന് വാഹനം തടഞ്ഞതിനും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനുമാണ് കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് DYFI ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് ഉൾപ്പെടെ മാർച്ച് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് 15 മിനിറ്റോളം തടഞ്ഞിട്ടുണ്ടെന്ന് FIR-ൽ കൃത്യമായി പറയുന്നുമുണ്ട്. അങ്ങനെയാണ് ആദിവാസി യുവാവായിട്ടുള്ള ബിനു കൊണ്ടുപോകാൻ ഈ ആംബുലൻസിൽ രോഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സമരക്കാർ പിന്മാറിയില്ല എന്ന് കൂടിയാണ് FIR-ൽ പറയുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടിയന്തരമായിട്ട് കൊണ്ടുപോകുന്ന രോഗിയാണ് ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രവർത്തകർ അതിനു മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇവർ പ്രതിഷേധിക്കാൻ ഇടയായത് ഈ വിതുര താലൂക്ക് ആശുപത്രിയിലെ ഈ ആംബുലൻസ് വളരെ തുരുമ്പ് പിടിച്ച നിലയിലും ഒപ്പം തന്നെ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടാണുള്ളത്. പക്ഷെ അത് മാറ്റാൻ അത്തരത്തിലുള്ള ഒരു ആംബുലൻസ് ഉപയോഗിക്കുന്നതിനെതിരെയായിരുന്നു അവരുടെ സമരം ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമരം വലിയ തരത്തിലൊരു ജീവൻ പൊലിയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും ഉയരുകയായിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കണ്ടാലറിയാവുന്ന 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.